ഒരുത്തി വന്നപ്പോ തൊട്ട് മുഖം വീർപ്പിച്ചോണ്ടിരിക്കുക. സ്വത്ത് ലേലം ചെയ്യുന്നതിലല്ല അവൾക്ക് സങ്കടം. ഭർത്താവിന്റെ വീട്ടില് അലമാര എത്തിക്കാത്തില്ല. അപ്പുറത്തുണ്ട്. ഇത് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു അലമാരയ്ക്കുള്ള സ്ഥാനം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. നീ ഒട്ടും ബേജാറാകണ്ട. എന്ത് ബുദ്ധിമുട്ട് വന്നാലും അടുത്ത ആഴ്ച അലമാര ഞാൻ വീട്ടിലെത്തിച്ചേക്കാം. ഇരുമ്പൊലൊക്കെ വിഴുങ്ങുമ്പോൾ ചുക്ക് വിഷയം കുടിച്ചിട്ട് കാര്യമില്ലെന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. അച്ഛൻ അങ്ങനെ പലതും പറഞ്ഞു കാണും. നീ ഇപ്പൊ ഇത് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? പറമ്പ് ലേലത്തില്, വീട് കേസില്. സ്വയമാണ് അലമാര കൊണ്ട് തിരിച്ചു കിട്ടില്ലല്ലോ. ഇനി ടൗണിലെ വീട്ടിലേ ബാക്കിയുള്ളൂ. നിന്റെ ചേച്ചിക്ക് സ്ത്രീധനം കൊടുക്കാനാ പറമ്പിന്റെ പുറത്ത് കടം വാങ്ങിച്ചത്. ഈ വീട് പണയത്തിലാക്കിയത് നീയും. കാര്യമൊക്കെ ശരിയാ. കടം വാങ്ങിയപ്പോ എങ്ങനെ തിരിച്ചു കൊടുക്കുന്ന ഏട്ടൻ ഓർത്തില്ലേ? ഓർത്തു, ഒക്കെ ഓർത്തു. തേങ്ങാ കച്ചവടം തുടങ്ങിയതും പലചരക്ക് കട തുറന്നതൊക്കെ കടം വീട്ടാന്ന് കരുതി തന്നെയാ. പക്ഷെ പൊളിഞ്ഞുപോയി. ബിസിനസ്സിൽ അത് സാധാരണയാ. നീ ആ തെങ്ങ് കണ്ടോ? എനിക്ക് 8 വയസ്സുള്ളപ്പം അച്ഛൻ ബ്ലോക്ക് ഓഫീസിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നതാ. ഇപ്പൊ 24 കൊല്ലമായി. അപ്പൊ എനിക്ക് എത്ര വയസ്സാണെന്ന് മനസ്സിലായോ? നിങ്ങളുടെയൊക്കെ കല്യാണവും കഴിഞ്ഞു, കുടുംബമായി. എനിക്കിതുവരെ ഒരു കല്യാണം കഴിക്കാൻ പറ്റിയോ? ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാ? ആർക്ക് വേണ്ടിയിട്ടെന്നാ ചോദിച്ചത്? അതൊന്നും എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എങ്കിൽ അവിടെ മിണ്ടായിരുന്നോ? അപ്പൊ വീടും പറമ്പൊക്കെ വീടും പറമ്പൊക്കെ അങ്ങ് ജപ്തി ചെയ്തുകൊണ്ട് പോകും. വിജയം പോവാൻ തിരക്കൂട്ടുന്നു. നീ വാ.